നേരത്തെ തന്നെ തോന്നിയാസങ്ങൾ എഴുതിയും വരച്ചും എന്റെ മിണ്ടാപ്രാണികൾ ഇങ്ങനെ വഴിതെറ്റിക്കുക. എന്താ നിനക്കിന്ന് പൂക്കച്ചവടൊന്നുമില്ലേ? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അപ്പുറത്തെ പിള്ളേരൊക്കെ ഉണ്ട്. ഓ, നീക്ക് ഭയങ്കര അഹങ്കാര. ഒരു കോടീശ്വരന്റെ ഗമേല. ഗമയൊന്നുമല്ല, സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. പഴയ പോലെ ഒന്നുമല്ല. ചില കൊടകന്മാർക്ക് മലയാളികളെ കണ്ടാ പിടിക്കില്ല. അതുകൊണ്ടാ. നീ പൊക്കോ. എന്റെ സമ്മാനം കിട്ടിയാ ഞാൻ പൊക്കോളാം. സമ്മാനോ? ഇപ്പഴാ? ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് കണ്ടാ കിട്ടിയാലേ പോവുള്ളൂ. ഇതിനൊരു നേരം കാലമൊക്കെ ഉണ്ട്. എങ്കി വേണ്ട, വൈകിട്ട് ആടാനും പാടാനും എന്നെ നോക്കണ്ട, ഞാൻ പോവാ. ഏയ്, നീ എന്റെ തലയും കൊണ്ടേ പോവുള്ളൂ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇപ്പഴാ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഡോക്ടർ? മനുഷ്യന് പരിമിതിയുണ്ടല്ലോ. ഒക്കെ നിശ്ചയിക്കുന്നത് ഈശ്വരനാ. അവന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുക എല്ലാം. എല്ലാം കൊണ്ടും മോന് എന്റെ മോളൊരു ഭാര്യയല്ലേ? ഒക്കെ ഒരു കുട്ടിക്കളി, അങ്ങനെ കരുതിയിട്ടുള്ളൂ. കണ്ടില്ലേ, മൂന്നെണ്ണത്തോടൊപ്പം ഒന്നുകൂടി. അത്രേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട, ഒക്കെ നേരെയാവും. ഞങ്ങൾ പോവാ. വാ മോളെ. ഞാൻ എടുത്തോളാം മോളെ. വ്രതം നോറ്റ് മനസ്സറിഞ്ഞല്ലേ പ്രാർത്ഥിച്ചത്. എന്നിട്ടും എന്തിനാ എന്റെ ചിറ്റൂൻ എന്നെ നകട്ടിയത്? എന്നെ ചതിച്ചല്ലുണ്ടല്ലോ. പിന്നെ ഞാൻ ഇനിയൊന്നും പറയരുത്. എന്റെ മോൾ ഇനിയൊന്നും പറയരുത്. എല്ലാം ഈ അപ്പനറിയാം. എല്ലാം അറിഞ്ഞു തന്നെയാ ആ നാടകത്തിന് അപ്പനും കൂട്ടുനിന്നത്. അങ്ങനെ ഒരു കടപ്പാട് ആ കുടുംബത്തിനോട് ഈ അപ്പനുണ്ടായിപ്പോയി മോളെ. സിദ്ധാർത്ഥനെ മോള് മറക്കണം. പൂജ മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെ. എന്റെ മോൾ അതിന് തടസ്സമാകരുത് മോളെ.
അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കൽപ്പിക്കുകയല്ല, യാചിക്കുകയാണ്. എന്റെ മോൾ അവനെ മറക്കണം. കാവേരി അമ്മയെ സാക്ഷി നിർത്തി ഈ അപ്പന് വാക്ക് തരണം. നാളെയാ കുടകിന്റെ പുത്തിരി കഴിച്ച മനസ്സാലെല്ലാം മറന്ന് കളങ്കമില്ലാത്തൊരു കുടക് പെണ്ണായി വേണം ഈ ഊർതെക്കന്റെ മുന്നിൽ എന്റെ മോള് പാടാൻ. ഈ അപ്പന് വാക്കുതാ മോളെ. മോളെ കരയല്ല മോളെ. അവരെവിടെ? അങ്ങോട്ട് ഓടി. ഇത് പിടിച്ചേ. സത്യം പറയേ, ആരെ നീ പേടിക്കുന്നത്? ആരാ നിന്നെ പിന്തുടർന്നത്? നീ ഓടിയതും ഒളിച്ചതും എല്ലാം സ്വബോധത്തോടെ ആയിരുന്നില്ലേ? പറയേ, പറയാൻ. ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്തിനെന്നെ വിട്ടിയാക്കിയത്? എന്തിനാ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? അറിയാത്ത ദൈവങ്ങൾക്ക് പോലും ഞാൻ നേർന്നിട്ടുണ്ട് നിന്റെ അസുഖം മാറാൻ. പക്ഷെ നീ എന്നോട് പൊറുക്കണം. ഒരു ക്ഷമാപണം കൊണ്ട് തീർന്ന തെറ്റാണോ ഈ എന്നോട് നീ ചെയ്തത്? ആണോ? പറയേ, എന്തിനായിരുന്നു ഇതൊക്കെ? ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല വന്നത്. ബംഗ്ലാവിന് മുന്നിലെ പ്രാരബ്ധക്കാരനെ കണ്ടപ്പോ വെറുപ്പായിരുന്നു ആദ്യം. പിന്നെ അറിയാതെ തോന്നിയ കൗതുകം. പക്ഷേ ഈ വേഷം കെട്ടിച്ചതും കോമാളി കളിപ്പിച്ചതും എല്ലാം അറിഞ്ഞു തന്നെ. സമ്പന്നതയിലാ ജനിച്ചത്, സമ്പന്നതയിൽ തന്നെ വളർന്നതും. അത് തന്നെയായിരുന്നു എന്റെ ദുരന്തവും. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ മകന് എന്നോ കൊടുത്തൊരു വാക്ക് അച്ഛന്റെ മരണശേഷവും എന്റെ കുടുംബക്കാരത് പാലിച്ചു. ബാംഗ്ലൂരിൽ സെറ്റിലായ അയാളുടെ സാമ്പത്തിക ആസ്തിയും ചുറ്റുപാടും ജാതക പൊരുത്തവും സർവവും നോക്കി തന്നെയായിരുന്നു വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ എല്ലാം ചൂഴ്ന്ന് അന്വേഷിച്ചെങ്കിലും അയാളുടെ മനസ്സ് മാത്രം ആർക്കും കണ്ടെത്താനായില്ല.